വർമ്മ എന്ന് പറയുന്ന ആളെ വെറും മന്ത്രി മാത്രമല്ല, ഒരു കോടീശ്വരനാ. ഞാൻ പറയുന്നത് അമ്മയൊന്ന് കേക്ക്. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേക്ക്. വർമ്മ സാറിന് ഒരേ ഒരു മകളേ ഉള്ളു. രാജു ആ മന്ത്രി കൊച്ചമ്മയെ കെട്ടിയാലേ ആ സ്വത്ത് മുഴുവനും അവനുള്ളതാ. അവന് കിട്ടുന്ന സ്വത്ത് നമുക്കെല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ? ആ, ഇതാ അമ്മയ്ക്ക് പറ്റിയ തെറ്റ്. എന്റെ അമ്മയെ കാര്യങ്ങളൊന്നും അമ്മ കരുതുന്ന പോലെ അല്ല. എന്നാ നീ ഒന്ന് പറഞ്ഞു തന്നെ. അമ്മ പറഞ്ഞ ഒരു കാര്യം ശരി തന്നെയാ. വർമ്മ സാറ് കോടീശ്വരൻ തന്നെയാ. അല്ല പിന്നെന്തോന്നാ ശരികേട്? രാജു ഋതികയെ കല്യാണം കഴിച്ച പിന്നെ അവനെ ആ കൊട്ടാരത്തിലെ അടിമയാ. അവര് പറയുന്നതൊക്കെ അവൻ കേക്കണം. സ്വത്തുക്കളെല്ലാം ആ ഋതികയുടെ പേരിലേ വർമ്മ സാർ എഴുതി കൊടുക്കും. രാജുവിന്റെ പേരിൽ കൊടുക്കില്ല. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. പക്ഷെ ഭാര്യയുടെ സ്വത്ത് ഭർത്താവിനും കൂടെ ഉള്ളതാണല്ലോ. അതൊക്കെ ശരി തന്നെയാ അമ്മേ. പക്ഷെ കൈവിട്ട കളിക്കൊന്നും അവൻ തയ്യാറാവില്ല. പക്ഷേ രമ്യയുടെ കാര്യം അങ്ങനെയല്ല. സ്വത്തുക്കൾ ഏറെക്കുറെ എല്ലാം രമ്യയുടെ പേരിൽ തന്നെയാ. അത് മാത്രവുമല്ല, അവള് മനസാക്ഷിയുള്ളവളാ, നല്ലവളാ. നമുക്ക് എന്തുപകാരവും അവള് ചെയ്യും. തന്നെയുമല്ല, രാജു രമ്യയെ കല്യാണം കഴിച്ച അതിന്റെ നേട്ടം മുഴുവനുമേ നമ്മുടെ ഈ വീട്ടുകാർക്കാ. രമ്യയുടെ പേരില് ടൗണിൽ എത്ര വീടുകളുണ്ടെന്ന് അമ്മയ്ക്ക് അറിയോ? അവളെ കയ്യിലെടുത്ത ചിലപ്പോ 1-2 വീടുകൾ വരെ അവള് നമുക്ക് എഴുതി തരും. അയ്യോ, ഈ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഈ കാര്യം നേരത്തെ പറയണ്ടായിരുന്നോ? ആ, ഇനിയിപ്പോ അത് പോട്ട്. ഈ രമ്യ കുപ്പിയിലാക്കാൻ എന്താ ഒരു വഴി? ഒരൊറ്റ വഴിയേ ഉള്ളൂ. രാജു അവളുമായിട്ടുള്ള കല്യാണം നടത്തി കൊടുക്കണം. അത് നടക്കുമെന്ന് ഉറപ്പ് കൊടുത്താ അവൾ എന്തുപകാരം വേണോ ചെയ്യും. അപ്പൊ അവളൊരു കറവ പശുവാണല്ലേ? യോ, ഞാൻ അറിഞ്ഞില്ല. ഇനി ബാക്കി കാര്യം ഞാൻ ഏറ്റു. നമുക്ക് സംയുക്തമായി അവളെ അങ്ങ് ഊറ്റാം. അമ്മേ, അമ്മ അവൾക്ക് സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി. അതൊക്കെ ഞാൻ ഏറ്റ്. പക്ഷെ അവള് വിളഞ്ഞ പുള്ളിയാ. ഒറ്റയടിക്കൊന്നും ഞാൻ സപ്പോർട്ട് കൊടുക്കത്തില്ല. അത് ബുദ്ധിയോടെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അവളുടെ ചില വീടുകൾ ഞാൻ കൈക്കലാക്കും. അത് ഭാവിയിൽ നിനക്കും ഏറ്റവും നന്ദിയില്ലാത്ത മോനും കൂടെ ഉള്ളതാണല്ലോ. അടിമോളെ, എനിക്കൊന്ന് പേഷ്യൽ ചെയ്യണം. അല്ല, ഈ നാട്ടില് ബ്യൂട്ടി പാർലർ എവിടാ? എന്ത് ചെയ്യണോന്ന്? ഈ പേഷ്യല്. ഓ, ഫേഷ്യല്. ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോണം. അത് ഞാനും രമ്യയും കൂടെ കൊണ്ടുപോവാം. നല്ല കാര്യം. അല്ല, കാശ് രമ്യ കൊടുക്കുമല്ലോ. നിന്നെ ആദ്യം കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ നിന്നോട് എനിക്ക് ദേഷ്യം തോന്നിയതാ. ഞാനേ നെല്ലിക്ക പോലെ മുണ്ടക്കിലമ്മേ. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. എന്നാലേ ഞാനൊരു നിറകുടമാ, സ്നേഹത്തിന്റെ നിറകുടം. പിന്നെ നിറകുടം തുളുമ്പില്ല. നിന്റെ കഥകളെല്ലാം എന്റെ മരുമോൾ എന്നോട് പറഞ്ഞു. ഒരു പ്രേമത്തിന്റെ പേരിൽ നീ നിന്ന് നോവുകയാണെന്ന് എനിക്കറിയാം. എന്നെ സഹായിക്കണം മുണ്ടക്കിലമ്മേ. നോക്കട്ടെ, ഇതൊരു ത്രികോണ പ്രേമോ? 2 യുവതികളും ഒരു യുവാവും. ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അമ്മ അങ്ങനെ പറയല്ലേ. അമ്മ സഹായിക്കാന്ന് എന്നോട് ഏറ്റതല്ലേ. അതിന് സഹായിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, കാര്യം എന്തൊക്കെ പറഞ്ഞാലും രാജു വളരെ പാവമാണ്. അവനൊരു ദോഷവും വരരുത്. എന്തായാലും അവൻ കെട്ടുന്ന പെണ്ണിന് ലോട്ടറിയാ. മുണ്ടക്കിലമ്മ സഹായിക്കുമെന്ന് എനിക്കൊരു ഉറപ്പ് തരണം. ഞാൻ ധ്യാനിച്ചിട്ട് എന്റെ ദൈവത്തോടു കൂടെ ഒന്ന് ചോദിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താം. എന്തായാലും ഇതെങ്ങനെ മാഡത്തിന്റെ കയ്യിലൊന്നു? അതൊക്കെ വന്നു അങ്ങളെ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പറയണം മോളെ, പറഞ്ഞേ പറ്റൂ. പറയും മാഡം, ഈ ബൈക്ക് എങ്ങനെയാ മാഡത്തിന്റെ കയ്യിൽ വന്ന? ഞാൻ പറയട്ടെ ചേട്ടാ? പറഞ്ഞോ, അതിന് എനിക്കെന്താ. ഞാൻ കോളേജിൽ പോകുന്ന വഴി ജേട്ടനൊരു വർക്ക്ഷോപ്പില് ഈ ബൈക്ക് വിൽക്കുന്നത് കണ്ടു.
ചേട്ടാ, ആ പോയ ആള് ഈ ബൈക്ക് വിറ്റതാണോ? അതെ. എന്താ? ആ ബൈക്ക് എന്റെ ഫ്രണ്ടിന്റെയാ. അതിന് ഞാൻ എന്ത് വേണം? വിൽക്കാൻ കൊണ്ടുവന്ന സാധനം ഞാൻ മേടിച്ചു, അത്രേ ഉള്ളൂ. ചേട്ടന് മിനിസ്റ്റർ പ്രതാപവർമ്മയെ അറിയോ? അദ്ദേഹത്തെ അറിയാത്തായിട്ട് കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്നാലേ ആ പ്രതാപവർമ്മയുടെ മകളാ ഞാൻ. ഞാനൊന്ന് പോലീസിനെ ഫോൺ ചെയ്താ എന്താവോന്നറിയോ? അയ്യോ മോളെ, വേണ്ട. ചേട്ടൻ പേടിക്കണ്ട, ഞാൻ ചേട്ടനെ ഉപദ്രവിക്കില്ല. അയാൾ എത്ര രൂപ വാങ്ങിച്ചു ഈ ബൈക്കിന്? 50,000 രൂപ. ആ രൂപ ഞാൻ തരാം, പണിക്കൂലിയും തരാം. ചേട്ടൻ ആ ബൈക്കൊന്ന് നന്നാക്കി തരണം. ആ ശരി മോളെ. പ്രമോദ് വാടാ.